നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായ സംഭവത്തിൽ ചൊക്ലി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയെ അടിയന്തരമായി കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ. പ്രകൃതിക്ഷോഭം മൂലം മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി മലയോരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി സർക്കാർ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. കാവൽ നായയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട മാധ്യമപ്രവർത്തനം അധികാരികളുടെ മടിയിലെ പെറ്റ് ഡോഗായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ VVK IV ദാസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായ സംഭവത്തിൽ ചൊക്ലി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയെ കണ്ടെത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആവശ്യപ്പെട്ടു. ചൊക്ലി SHOയുമായും ASPയുമായും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ കൂടിക്കാഴ്ച നടത്തി. കുട്ടിയെ കണ്ടെത്തുന്നതിനായി ഊർജിതമായ അന്വേഷണം നടത്താനും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ചെയർമാൻ നിർദ്ദേശം നൽകി. പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡൊക്കെ അടക്കം വന്നിട്ട് പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മൈസൂരും അതുപോലെയുള്ള മേഖലകളിൽ കൂടെ പരിശോധന കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വൈകാതെ തന്നെ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തി കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ നിർദ്ദേശവും നൽകി. കുട്ടിയെ കാണാതായ സംഭവത്തിന്റെ വിശദാംശങ്ങളും പോലീസ് സ്വീകരിച്ച നടപടികളും ചെയർമാൻ ചോദിച്ചറിഞ്ഞു. തുടർന്ന് ശിവസൂര്യയുടെ വീടും KV മനോജ് കുമാർ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയത്. ശിവസൂര്യയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്തുന്നതിനായി എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രകൃതിക്ഷോഭം മൂലം മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി മലയോരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി സർക്കാർ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ആവശ്യപ്പെട്ടു. തലശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാംബ്ലാനി. ആ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയത് വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണും. തീർച്ചയായും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. 2-3 ദിവസങ്ങൾ കൊണ്ട് റോഡുകളിലെ മണ്ണ് മാറ്റുകയും അവിടെ സഞ്ചാരയോഗ്യമാക്കാൻ, കാൽനടയ്ക്ക് യോഗ്യമാക്കാൻ സാധിച്ചു. പക്ഷെ റോഡുകൾ പലതും തകർന്നതുകൊണ്ട് ആ പ്രദേശങ്ങളിലെ ഗതാഗത സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രകൃതിക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾ കഷ്ടപ്പെടുകയാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ വിലമതിക്കുന്നു. ജോസ്ഗിരി, ഉദയഗിരി, താബോർ, തയേനി, പാലാവയൽ എന്നിവിടങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടും ആൾനാശം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാരിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ ശ്രദ്ധ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല. പ്രകൃതിക്ഷോഭം സംഭവിച്ച പ്രദേശങ്ങളിലെ റോഡുകൾ തകർന്നു. പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ഉദയഗിരി, ജോസ്ഗിരി, താബോർ പ്രദേശങ്ങളിൽ 53 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇവയെല്ലാം പുനർനിർമ്മിക്കണം. പാലാവയൽ, തയ്യേനി പ്രദേശങ്ങളിൽ 64 കുടുംബങ്ങൾ ദുരിതത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും പാംബ്ലാനി പറഞ്ഞു. മലയോരത്ത് ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി മലയോരത്തിന്റെ ഗതികേട് മനസ്സിലാക്കി ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കണം എന്നതാണ് ഞങ്ങൾ ഇവിടെ സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്ന നിർദ്ദേശം. ഇവിടെ ഒട്ടനവധി കുടുംബങ്ങൾ നാശമടയുന്ന വക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങൾ വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ സംയുക്തമായി പോവുകയും
നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ് ഈ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ VVK IV ദാസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 2024 VVK പുരസ്കാരം കഥാകൃത്ത് അശോകൻ ചെരുവിലിനും IV ദാസ് പുരസ്കാരം മാധ്യമപ്രവർത്തക അസിത സഹീറിനുമാണ് ലഭിച്ചത്. കാവൽ നായയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട മാധ്യമപ്രവർത്തനം അധികാരികളുടെ മടിയിലെ പെറ്റ് ഡോഗായി മാറുകയാണെന്ന് പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കോഴിയുടെ പെയിന്റിങ്ങും കുഞ്ഞൻ ചന്ദ്രന്റെ ഡിസൈൻ ചെയ്ത ശില്പവുമാണ്. 25,000 രൂപയും ശില്പവുമാണ്. കാവൽ നായയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട മാധ്യമപ്രവർത്തനം അധികാരികളുടെ മടിയിലെ പെറ്റ് ഡോഗായി മാറിപ്പോവുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ടെലിവിഷൻ മാധ്യമപ്രവർത്തനം അതിവേഗത്തിൽ ഉത്തരവാദിത്വരഹിതമായ ഒരു പരിപാടിയായി തരം താഴുന്നുവോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുന്ന കാലമാണ്. കാവൽ നായയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട മാധ്യമപ്രവർത്തനം അധികാരികളുടെ മടിയിലെ പെറ്റ്ഡോഗായി മാറുന്ന കാലം എന്ന നില വന്നിരിക്കുന്നു. ഇത്തരമൊരു കാലത്ത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും സത്യം പ്രേക്ഷകരോട് പറയാൻ അസീത സഹീറിനെ പോലുള്ളവർക്ക് ഏറെ ചെയ്യാൻ പറ്റും. UDF സർക്കാർ RSS അജണ്ടകൾക്ക് കീഴടങ്ങുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലണമെന്ന RSS വാശിക്ക് മുന്നിൽ കേരളത്തിലെ സർക്കാർ കീഴടങ്ങുകയാണ്. വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സാംസ്കാരിക നായകരും സത്യസന്ധരായ മാധ്യമപ്രവർത്തകരും ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാർ RSS അജണ്ടകൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വഴിയൊരുക്കുന്ന PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയൂ. അതേപോലെ തന്നെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കൽ മതനിരപേക്ഷതയ്ക്ക് ചേരാത്ത ഒന്നാണ്. അത് രാജ്യമേ തന്നെ അംഗീകരിച്ചതാണ്. പക്ഷേ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന തരത്തിൽ സർക്കുലർ ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു. വന്ദേമാതരം ആലപിക്കുന്നതിൽ ആദ്യ ഈരടികൾ മാത്രം ആലപിക്കുക എന്താണ് രാജ്യം പൊതുവിൽ അംഗീകരിച്ചത്. അത് പൂർണ്ണമായി ചൊല്ലുക എന്ന് നിർദ്ദേശിക്കുന്നത് RSS വാശിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുന്നതിൻ്റെ ഭാഗമായാണ്. തെരഞ്ഞെടുപ്പുകളിൽ BJPയുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പുകളുടെ ഉപകാരസ്മരണ ഇപ്പോൾ പലതരത്തിലും പ്രകടമാകുന്നു. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെയും വലതുപക്ഷ അധിനിവേശത്തെയും പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സാംസ്കാരിക നായകരുടെയും സത്യസന്ധരായ മാധ്യമപ്രവർത്തകരുടെയും കൂട്ടായ്മ ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം അണിചേരേണ്ടതുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. പൊന്നൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായി. വൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരം അധിനിവേശം അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധിക്കാരം അധിനിവേശം എവിടെ ഈ പ്രതിമാനുഷ ധൂമമുയരുന്നതവിടെ കൊടുങ്കാറ്റു രക്തസാക്ഷി. എരഞ്ഞോളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C സഫീറ, ബാങ്ക് സെക്രട്ടറി M രാജേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരസ്കാര ജേതാക്കളായ അശോകൻ ചെരുവിലും
അസിത സഹീറും മറുപടി പ്രസംഗം നടത്തി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. UP വിഭാഗം ഇഷിക, ഹൈസ്കൂൾ വിഭാഗം അന്നപൂർണ OB, GVHSS കതിരൂർ. വിനസ് ലൈബ്രറി കതിരൂർ. ഹയർ സെക്കൻഡറി വിഭാഗം വൈഗ രതീഷ് ബാബു കെ മാനണ്ട. ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യദിന മാഹിയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പുതുച്ചേരി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി VP ശിവക്കൊളുന്ത് പതാക ഉയർത്തി. മാഹി കോളേജ് ഗ്രൗണ്ടിൽ പുതുച്ചേരി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി VP ശിവക്കൊളുന്ത് പതാക ഉയർത്തി. Nation always fly high and may we always be worthy for the freedom we enjoy today. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. Now the Honorable Minister for Civil Supplies and Consumer Affairs. തുടർന്ന് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ പുതുശ്ശേരി പോലീസ്, പുതുശ്ശേരി ആംഡ് പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, ഹോംഗാർഡ്, നേവൽ ആർമി വിങ്, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ അണിചേർന്നു. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, നവോദയ വിദ്യാലയ പന്തക്കൽ, NCC ജൂനിയർ ഡിവിഷൻ, PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂൾ ചാലക്കര, NCC ജൂനിയർ ഡിവിഷൻ, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ മാഹി, NCC ജൂനിയർ ഡിവിഷൻ, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ, NCC ജൂനിയർ ഡിവിഷൻ, Jawaharlal Nehru Government Higher Secondary School, Mahi. C. Baradan Government Higher Secondary School, Mahi. VNP Government Higher Secondary School, Pallur. Kasturba Gandhi Government High School, Pallur. English Medium School, Pallur. BK Raman School, Mahi. തുടർന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. இந்நாளில் நாம் ஆழ்ந்த மரியாதையுடன் நினைவு கூறுவோம். எனவே சுதந்திர தினம் என்பது வெறும் கொண்டாட்டத்திற்கான நாள் மட்டுமல்ல, நமது சுதந்திரத்திற்காக தங்கள் இன்னுயிரை தியாகம் செய்தவரின் தியாகங்களை நினைவு கூர்ந்து வலிமையான
வளமான அமைதியான அனைவரையும் உள்ளடக்கிய இந்தியாவை உருவாக்குவதற்கான நமது உறுதிப்பாட்டை புதுப்பிக்கும் நாளாகும். இந்தியா பல்வேறு மொழிகள், ഇനങ്ങൾ, കലാചാരങ്ങൾ, വിവിധ കലാപരിപാടികളും ചടങ്ങിൽ വെച്ച് നടന്നു. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘ് BMS ആഗസ്റ്റ് 17 രാജ്യവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്തും. തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ പിൻവലിക്കുക, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധമെന്ന് BMS നേതാക്കൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് BMS രാജ്യവ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ആഗസ്റ്റ് 17 കണ്ണൂരിൽ ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMSന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും BMS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നടക്കുകയാണ്. BMS ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ലേബർ കോഡിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥകൾ നീക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ EPF പെൻഷൻ 7500 രൂപയാക്കുക, ESI EPF ശമ്പള പരിധി വർദ്ധിപ്പിക്കുക, കുറഞ്ഞ ബോണസും ശമ്പള പരിധിയും വർദ്ധിപ്പിക്കുക, ആശ, അംഗനവാടി, NHM ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരായി കണ്ടുകൊണ്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാരുടെ അധിക ജോലിഭാരം കുറച്ചുകൊണ്ട് പ്രവൃത്തി ദിവസം 5 ദിവസമാക്കുക. സർക്കാർ നടപ്പിലാക്കിയ പുതിയ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് BMS സമരരംഗത്തിറങ്ങുന്നത്. മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾക്കറിയാം 12 വർഷത്തിലേക്കാണ്. ഈ 12 വർഷമായിട്ടും ഈ രംഗത്ത് ലേബർ അതിൻ്റെ വ്യവസ്ഥയനുസരിച്ച് അതിൻ്റെ ബോർഡ് മീറ്റിംഗ് ചേരേണ്ടതാണ്. ആ സമ്പ്രദായം ഇപ്പം നിർത്തിയ രീതിയിലുണ്ട്. നിശ്ചയമായിട്ടും ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ അടങ്ങിയ ലേബർ വ്യവസ്ഥയനുസരിച്ച് കോൺഫറൻസ് നടത്തേണ്ടതാണ്. അംഗൻവാടി, ആശാവർക്കർമാർ, NHM ജീവനക്കാർ എന്നിവരെ സർക്കാർ ജീവനക്കാരായി പരിഗണിച്ച് ആനുകൂല്യങ്ങളും നിയമപരിരക്ഷയും നൽകണമെന്നും കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ ഒഴിവുകൾ നികത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും BMS ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി P. കൃഷ്ണൻ, E. രാജേഷ്, VK രവീന്ദ്രൻ, ഷാജി പത്തായിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി O. ചന്തുമേനോൻ വലിയ മാടാവിൽ സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കാരായി രാജൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും വലിയ കാര്യങ്ങൾ ഓർക്കാനും കഴിയുന്നവർ കുട്ടികളാണ് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ മനുഷ്യൻ്റെ, ഒരു മഹാത്മാവിൻ്റെ പേര് എന്തായിരിക്കും എന്നുകൂടി നമുക്ക് ഓർത്തു നോക്കാൻ പറ്റും. മഹാത്മാഗാന്ധി എന്ന ഒരു മനുഷ്യൻ, മഹാത്മാവ്, ഒരു ബാപ്പുജി നമുക്കിടയിൽ ജീവിച്ചിരുന്നു. അതുപോലുള്ള വലിയ മനുഷ്യരാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധി മരിച്ചുപോയതായിരുന്നില്ല. മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടുപോയ ഒരു മഹാത്മാവ് കൂടിയായിരുന്നു ഗാന്ധിജി.
ഗാന്ധിജി മരിച്ചുപോയ മനുഷ്യൻ മാത്രമായിരുന്നില്ല, കൊല്ലപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. നാടിനെ ഇഷ്ടപ്പെടുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെ വലിയ വലിയ ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓർമ്മകൾ പുതുക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ സന്ദർഭം കൂടിയാണ് തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യ ദിനം. ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക, നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളുടെയും മനസ്സിൽ സ്വാതന്ത്ര്യം എന്ന സ്വപ്നം, സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന മഹാകവിയുടെ വചനങ്ങൾ നമുക്കെപ്പോഴും ഓർമ്മിക്കാനും അതിനെ തേച്ചു മിനുക്കി മുന്നോട്ട് കൊണ്ടുപോകാനും. SSLC +2 നീറ്റ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ കാരായി രാജൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. കിഡ്സ്, LP, UP, LSS, USS എന്നിവയിൽ മികച്ച വിജയം നേടിയവരെയും ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് T. റനിൽ അധ്യക്ഷത വഹിച്ചു. AEO CP പ്രീതി, പ്രധാനാധ്യാപിക VP ഷീബ, വാർഡ് കൗൺസിലർ E. ആശ, SMC ചെയർമാൻ രാജേന്ദ്രൻ വെളിയമ്പ്ര, മദർ PTA പ്രസിഡന്റ് ബെറ്റി അഗസ്റ്റിൻ, PTA വൈസ് പ്രസിഡന്റ് PT വിനോദൻ, സീനിയർ അസിസ്റ്റന്റ് E. മിനി, സ്റ്റാഫ് സെക്രട്ടറി ലത മാണിക്കര എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പടന്നക്കര സാദിയ മദ്രസയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. പടന്നക്കര സാദിയ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാളിൽ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഉബൈദ് മാസ്റ്റർ അധ്യക്ഷനായി. സയ്യിദ് സുഹരി, സുബൈർ, അബ്ദുൽ കരീം നിബ്രാസ്, ഹന്ന സിറാജ്, ഉംബാച്ചി നവാസ്, സുലൈമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലീൻ ഗ്രീൻ പാനുണ്ടയും കതിരൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി ഒരേക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടു. പതിറ്റാണ്ടുകളായി കൃഷി ഇറക്കാതിരുന്ന കരപ്പറമ്പിലാണ് കൂട്ടായ്മയുടെ പുതിയ കാർഷിക പരീക്ഷണം. ക്ലീൻ ഗ്രീൻ പാനുണ്ടയും കതിരൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായാണ് ഒരേക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. പതിറ്റാണ്ടുകളായി കൃഷിയിറക്കാതിരുന്ന കരപ്പറമ്പിലാണ് കൂട്ടായ്മയുടെ പുതിയ കാർഷിക പരീക്ഷണം. പാനുണ്ടയിലെ ഈ ഒരേക്കർ സ്ഥലം ഒരു കാലത്ത് കൃഷിയില്ലാതെ കിടന്നിരുന്ന കരപ്പറമ്പായിരുന്നു. ഇപ്പോൾ ഇവിടെ പച്ചക്കറികളുടെ പച്ചപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഏറെ പ്രയത്നിച്ചാണ് പ്രവർത്തകർ സ്ഥലം കൃഷിയോഗ്യമാക്കിയത്. വിഷരഹിത പച്ചക്കറി നാശവുമായി വിത്തിറക്കിയപ്പോൾ പിന്തുണയുമായി കതിരൂർ സർവീസ് സഹകരണ ബാങ്കും ഒപ്പമെത്തുകയായിരുന്നു. കൃഷിക്കാവശ്യമായ വിത്ത് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ബാങ്കാണ് നൽകുന്നത്. ക്ലീൻ ഗ്രീൻ പാനുണ്ടയും കതിരൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായിട്ടാണ് ഇങ്ങനെ പാനുണ്ടയിൽ ഒരു വലിയ കൃഷി മേഖലയിലേക്ക് തിരിയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നേരെ തന്നെ ക്ലീൻ ഗ്രീൻ പാനുണ്ട കാർഷിക മേഖലയിലും ശുചിത്വ മേഖലയിലും ഈ മേഖലയിൽ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. വലിയ അംഗീകാരങ്ങൾ വിവിധ മേഖലയിൽ നിന്ന് പിടിച്ചുപറ്റിയിട്ടുള്ള ക്ലീൻ ഗ്രീൻ പാനുണ്ടയും കാർഷിക മേഖലയിൽ തങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കതിരൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ പ്രാവശ്യം കാർഷിക മേഖലയിൽ ചക്കയെ അധിഷ്ഠിതമായിട്ടുള്ള കൃഷിയിൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് പ്രവർത്തനം സംഘടിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജാക്ക് ഫീൽഡും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റും കോൾഡ് സ്റ്റോറേജും അതിന് സാധനങ്ങൾ വിൽക്കാനുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആവശ്യമായ TN ടോക്ക് സംവിധാനങ്ങളെല്ലാം സജ്ജീപ്പെടുത്തുകയാണ് ഈ വർഷം കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചെയ്തിട്ടുള്ളത് എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. പാനുണ്ട ടൗൺ വർഷങ്ങളായി ശുചീകരിക്കുന്ന കൂട്ടായ്മയാണ് ക്ലീൻ ഗ്രീൻ പാനുണ്ട. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങാതെ കാർഷിക മേഖലയിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പ്രദേശത്തെ ആബാലവൃദ്ധ ജനങ്ങളുടെയും പങ്കാളിത്തമാണ് കൂട്ടായ്മയുടെ കരുത്ത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 15 തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗസ്റ്റ് 15 ഹരിതഭവനം
ഹരിതഭവനും ഹരിതഗ്രാമം എന്ന ആശയത്തിൻ്റെ ഭാഗമായിട്ട് 150-ൽ പരം വീടുകളിൽ 3 ഡസ്റ്റ്ബിന്നുകൾ കൈമാറിയിട്ട് വലിയ ചരിത്രപരമായൊരു വിജയം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ 1.5 ഏക്കർ സ്ഥലത്ത് മല്ലിക കൃഷി കതിരൂർ ബാങ്ക് ആയിട്ട് സഹകരിച്ചിട്ട് വലിയ വിജയം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷത്തിന് മേലെയായി ക്ലീൻ ഗ്രീൻ പാനുണ്ട എന്ന് പറയുന്ന ഒരു ജനകീയ കമ്മിറ്റിയായി അതൊരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റേർഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനത്തിന് അംഗീകാരത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് മെയിൻ ഈ രീതിയിലെ പ്രവർത്തനം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 4 വയസ്സുള്ള കുട്ടികൾ മുതൽ 75-80 വയസ്സുള്ള ആൾക്കാർ വരെ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ജൈവ പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ കൃഷി ജോയിന്റ് ഡയറക്ടർ സീമ സഹദേവൻ നിർവഹിച്ചു. ഒരു 2-3 വർഷം മുമ്പേ ഒരു 5000 ഹെക്ടർ ഉണ്ടായിരുന്ന നെൽകൃഷി ഇപ്പോൾ കുറഞ്ഞ് അതായത് ഒന്നാം വിള ഏകദേശം ഒരു 1400-ലേക്ക് കുറഞ്ഞു. അതായത് ഒരു വർഷം രണ്ടാം വിളയും കൂടി ഒരു 3000 ഹെക്ടർ കഷ്ടി മാത്രമേ നമുക്ക് നെൽകൃഷി ഉണ്ടാവൂ. വളരെ ശോചനീയ അവസ്ഥയാണ്. ഒരുപാട് കാരണങ്ങളുണ്ടാകും. കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അതുപോലെ ഈ പറയുന്ന പോലെ പല അടിസ്ഥാന സൗകര്യം ഇല്ലായ്മ. ഒരു വലിയൊരു പൈസ മുതൽ മുടക്കിയിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു ബാങ്കിൻ്റെ ഒരു സഹായത്തോടു കൂടി, അപ്പോൾ എനിക്ക് ഈ ബാങ്ക് ഏത് രീതിയിൽ എങ്ങനെ സഹായിക്കുന്നുള്ള അതും കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഈ നിലയിലാക്കാൻ എങ്ങനെയാണിത്? നിങ്ങൾ ടില്ലർ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ ചിലവ് ആരാ വഹിച്ചത്? ബാങ്ക് നിങ്ങൾക്ക് എങ്ങനെ സഹായം തരും? ഇതിൻ്റെ ജലസേചനമൊക്കെ എങ്ങനെയാണ്? മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ അധ്യക്ഷനായി. ജിതേഷ് പാനുണ്ട, കാരായി വിജയൻ, കെ സുധാകരൻ, രാജേഷ് ബാബു, യു രാജീവൻ, മഫിദ, എ.പി. മോഹനൻ, കുച്ചൻ രാജൻ, പത്മിനി, മോഹനചന്ദ്രൻ, കെ നിവേദ്, സഞ്ജോതി എന്നിവർ സംസാരിച്ചു. കാർഷിക രംഗത്തെ കൂട്ടായ്മയുടെ പ്രവർത്തനം ഇതാദ്യമല്ല. കഴിഞ്ഞ വർഷം 1.5 ഏക്കർ സ്ഥലത്ത് ഓണക്കാലത്ത് പൂക്കൃഷിയും കൂട്ടായ്മ നടത്തിയിരുന്നു. നിലവിൽ പൂക്കൃഷിയും തുടരുന്നുണ്ട്. ടൗൺ ശുചീകരണത്തിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ കൂട്ടായ്മ. ശുചിത്വത്തിന്റെ സന്ദേശവുമായി തുടങ്ങിയ കൂട്ടായ്മ ഇന്ന് മണ്ണിനോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന കാർഷിക കൂട്ടായ്മയായി മാറുകയാണ്. പാനുണ്ടയിൽ ഇനി വിളയുക പച്ചക്കറികൾ മാത്രമല്ല, വിഷരഹിതമായൊരു നാടിന്റെ പ്രതീക്ഷ കൂടിയാണ്. ഒളവിലം പി ഉമ്മർ ഹാജി മെമ്മോറിയൽ ട്രസ്റ്റ് പകൽ വീടിന്റെ 5ാം വാർഷികവും സ്വാതന്ത്ര്യദിനാഘോഷവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. പി ഉമ്മർ ഹാജി ട്രസ്റ്റ് ചെയർമാൻ പാറേമൽ മൊയ്തു ഹാജി പതാക ഉയർത്തി. സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഖാലിദ് പിലാവുള്ളതിൽ ഉദ്ഘാടനം ചെയ്തു. വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുമാണുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ മഹത്വവും പ്രാധാന്യവുമാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം, മത സൗഹാർദ്ദം ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും നമ്മുടെ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അതുപോലെ യുവാക്കളും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു രാജ്യമാണ് ഭാരതം. ആയുർദൈർഘ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രസ്റ്റി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ സി ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി മിഫ്താഹ്, കെ അബ്ദുൽ നാസർ, രമേശൻ മാസ്റ്റർ, പി സി അബ്ദുള്ള ഹാജി, വി കെ ഖാലിദ്, കെ നന്ദകുമാർ, എം ചന്ദ്രൻ, ബാലൻ പാറമൽ എന്നിവർ സംസാരിച്ചു. ചൊക്ലി ആസാദ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സ്മൃതിയും വിമുക്ത ഭടന്മാർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. ആസാദ് കൾച്ചറൽ ഫോറം ചൊക്ലി ടൗണിൽ ഭാരതത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ശൗര്യ ചക്ര മേജർ പി വി മനീഷ് ഉദ്ഘാടനം ചെയ്തു. സംവിധാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ആസാദ് കൾച്ചറൽ ഫോറം അദ്ദേഹത്തിന് അതിൻ്റെ അധ്യക്ഷനും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇതിന് സ്വാഗതം പറഞ്ഞ സാധന ഭാഷണം പറഞ്ഞു. നമ്മളൊരു ചെറിയ കുടുംബമാണ്. പക്ഷെ ഈ ചെറിയ കുടുംബം ഇവിടെ ആദരിച്ചത് ആരെയാണ്? ഈ രാഷ്ട്രത്തെയാണ് ആദരിച്ചത്. കാരണം രാഷ്ട്രത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ സേനാ വിഭാഗങ്ങളിൽ
ജോലി ചെയ്തവരെ ആണ് നിങ്ങൾ ഒരു കുടക്കീഴിലാക്കി ആദരിച്ചത്. അപ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ആദരവാണിത്. അപ്പോൾ നിങ്ങൾ ചെറുതല്ല, നിങ്ങൾ എത്രയോ ഉയരങ്ങളിലാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തില് എത്രയോ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമുകളിൽ പല ആൾക്കാരും പല രീതിയിലും പല സംവിധാനത്തിലും നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ എത്ര പേർ ഈ രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയ ആ ധീര യോദ്ധാക്കളെ ആദരിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ പ്രസിഡന്റ് KP ദയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉപഹാര സമർപ്പണം നടത്തി. ശ്രീ ബാലകൃഷ്ണൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. PK പത്മനാഭൻ, TP ദാവീദ് തുടങ്ങിയവർ സംസാരിച്ചു. K പ്രദീപ് കുമാർ സ്വാഗതവും സത്യനാഥ് കുനിയിൽ നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in paces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ.
50 പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. മറ്റു വാർത്തകളിലേക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാനൂർ ടൗണിലെ വ്യാപാര ഭവൻ സമിതിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തുകയും പായസ വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാനൂർ ടൗണിലെ വ്യാപാര ഭവന് മുന്നിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി പായസ വിതരണവും നടത്തി. പ്രിയ വ്യാപാരി നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഇന്ന് ദേശവ്യാപകമായി നമുക്ക് മഹാത്മാഗാന്ധി നേടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികം ഇന്ത്യ മുഴുവനും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരള വ്യാപാരി സമിതി ദേശീയ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ പാനൂരും ഏറ്റെടുത്തുകൊണ്ട് ഇന്നിവിടെ ഈ പതാക ഉയർത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മധുരപലഹാരങ്ങൾ, പായസം പോലത്തെ കാര്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഈ ആഗസ്റ്റ് 15 ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള വ്യാപാര സമിതിയുടെ എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. KK പുരുഷോത്തമൻ, K മുഹമ്മദ് അലി, OT അബ്ദുള്ള, N വത്സലൻ, MTK ദിനേശൻ, KP ഗംഗാധരൻ, KT ശ്രീധരൻ, ചന്ദ്രൻ പ്രഷ്യസ്, K രാജൻ, MP നിഷാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാഹി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. മാഹി ടാഗോർ പാർക്കിന് സമീപത്ത് വെച്ച് മാഹി പോലീസ് സൂപ്രണ്ട് തിരംഗയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ നേതൃത്വം നൽകി. തിരംഗയാത്ര മയ്യഴി പോലീസ് സബ് ഡിവിഷനിലെ പോലീസുകാർ തിരംഗയാത്ര നടത്തുകയാണ്. മാഹി മേഖലയിൽ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹാത്മ്യം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടുന്നതിനായി പോരാടിയ ധീര ദേശാഭിമാനികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണിത്. KSSPA ചൊക്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള ധനസഹായത്തിന് നിങ്ങളുടെ മണ്ഡലത്തിൽ ആവശ്യമായി ലഭിക്കുന്ന നമ്മുടെ സഹായം നിരന്തരം ചികിത്സ നേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അപേക്ഷ നിങ്ങൾ തന്നെയാണ് അവരെ കണ്ടെത്തേണ്ടത്. ആ അപേക്ഷ മണ്ഡലം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റിക്ക് അടച്ച് അത് ജില്ലാ കമ്മിറ്റിയുടെ ഗവേണിംഗ് ബോഡിയുണ്ട്. അതിൻ്റെ ചെയർമാനാണ് ഞാൻ, പുള്ളിമൊഴി അതിൻ്റെ അംഗമാണ്. ആ ഗവേണിംഗ് ബോഡിയാണ് ധനസഹായം പാസ്സാക്കുക. അത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് തുക മണ്ഡലം കമ്മിറ്റി മുഖാന്തരം അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ളതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 മാസം കൂടുമ്പോൾ ഗവേണിംഗ് ബോഡി വന്ന് ചേരും. ഇപ്പോൾ കഴിഞ്ഞ ഗവേണിംഗ് യോഗത്തിൽ 9 പേർക്ക് 90,000 രൂപയുടെ ധനസഹായം. ഇതുവരെ ഞാൻ എൻ്റെ മൊബൈലിലുള്ള കാര്യം നോക്കിയപ്പോൾ 220 പേർക്ക് 22,50,000 രൂപ ധനസഹായം. ചടങ്ങിൽ വെച്ച് M ഹരീന്ദ്രൻ മാസ്റ്റർക്ക് ആദരം, ഉന്നത വിജയികൾക്കുള്ള അനുമോദനം,
നവാഗതർക്ക് വരവേൽപ്പ് എന്നീ പരിപാടികൾ നടന്നു. പ്രസിഡന്റ് KM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. N ജയപ്രസാദ്, PK രാജേന്ദ്രൻ, PV ബാലകൃഷ്ണൻ, KK നാരായണൻ, TK സുരേന്ദ്രൻ, P സതി, പവിത്രൻ കൂലോത്ത്, P ജയതിലകൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ കർഷക ദിനം കുടക്കളം ശ്രീനാരായണ മഠത്തിൽ ആഘോഷിച്ചു. വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി എരഞ്ഞോളി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷകർക്കായുള്ള മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. ശ്രീനാരായണ മഠം കുടക്കളത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത്. ഓലമടയൽ, അടിക്കൊട്ടമടയൽ, വല്ലം മടയൽ, കാർഷിക പ്രശ്നോത്തരി, തേങ്ങ പൊതിക്കൽ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ, വൈസ് പ്രസിഡന്റ് സഫീറ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ജനാർദ്ദനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കണ്ഠ്യൻ ഷീബ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P വിജു, അംഗങ്ങളായ K വിനീത, സുചിത്ര, കാമ്പിൽ മനോജൻ, സദാനന്ദൻ, സുഗതൻ, സുശീൽ ചന്ദ്രോത്ത്, ദിജിഷ തുടങ്ങിയവർ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയം സ്വാതന്ത്ര്യദിനാഘോഷവും വിമുക്തഭട സംഗമവും സംഘടിപ്പിച്ചു. ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു. വായനശാല കമ്മിറ്റിയിലെ മുതിർന്ന അംഗം KM ബാലൻ മാസ്റ്റർ പതാക ഉയർത്തി. TK ഷാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിജയൻ വെളിയമ്പ്ര സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും ആനന്ദകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ദർശിയുമായി ചേർന്ന് നടത്തിയ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള വിമുക്ത ഭടന്മാരുടെ സംഗമം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ നാളേക്ക് വേണ്ടി സമർപ്പിച്ചവരാണ്. നിങ്ങളുടെ മനസ്സിൽ അടങ്ങാത്ത രാജ്യസ്നേഹവും ഈ രാജ്യത്തുള്ള പ്രതിബദ്ധതയുമാണ് അങ്ങേയറ്റം പ്രതിലോമകരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേവലം പട്ടാളക്കാരൻ്റെ ആക്രമണം മാത്രമല്ല. ജമ്മു കാശ്മീരിലും ഈ രാജ്യത്തിൻ്റെ പല അതിർത്തി സംസ്ഥാനങ്ങളിലും നിങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കുമ്പം അവിടുത്തെ കാലാവസ്ഥ എന്ന് ചിലപ്പോൾ -डिग्री ആയിരിക്കും. അപ്പോൾ പ്രതിലോമകരമായ കാലാവസ്ഥയിലും പ്രതിലോമകരമായ സാഹചര്യത്തിലും ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ്. രാജ്യത്തോട് നിങ്ങൾ കാണിക്കുന്ന കൂറാണ്. നിങ്ങളുടെ കൂറും പ്രതിബദ്ധതയുമാണ് ഈ രാജ്യത്തെ ഈ നിലയിൽ സംരക്ഷിച്ചത്. വിമുക്ത ഭടന്മാർക്കുള്ള ഉപഹാരം തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ V സതി വിതരണം ചെയ്തു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിയിൽ വീട്ടുപകരണങ്ങൾ ഏതെടുത്താലും 189 രൂപയ്ക്ക്. മാഹി പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൂടാതെ ലേഡീസ് ഹാൻഡ് ബാഗ്, കോളേജ് ബാഗ്, ലഗേജ് ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ, അലൂമിനിയം, ഇൻറ്റാലിയം പാത്രങ്ങൾ, ക്ലോക്കുകൾ, ചപ്പലുകൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹി പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം തലശ്ശേരി നഗരസഭ ആഘോഷിച്ചു. രാവിലെ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. തലശ്ശേരി നഗരസഭയിലും സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പതാക ഉയർത്തി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടന്നു. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭാ ഹാളിൽ ചേർന്ന സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാഷ്ട്ര നിർമ്മാണത്തിൽ തുല്യമായ കടമകളുണ്ടെന്നും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നു. ആ സ്വാതന്ത്ര്യവും അവകാശവും പരസ്പര വിശ്വാസവും സ്നേഹവും ഉത്തരവാദിത്തോടെ എന്നും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണെന്ന് ഈ സ്വാതന്ത്ര്യ വാർഷികം. വൈസ് ചെയർപേഴ്സൺ വി സതി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അഷ്റഫ്, COT ഷബീർ, കെ ഭാരതി, അനിൽ ഹെൻറി, MV സ്മിത, നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, നഗരസഭാ ജനറൽ വിഭാഗം സൂപ്രണ്ട് ജീവാനന്ദ്, ഹെൽത്ത് വിഭാഗം സൂപ്രണ്ട് സുരേഷ്, കൗൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചൊക്ലി VPLP സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ പരിപാടികളും നടന്നു. സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ VPLP സ്കൂൾ പ്രധാനാധ്യാപിക K ഷീജ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗ്രീൻ പോലീസ് അംഗങ്ങൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. സ്കൂളിൽ നിന്ന് ചൊക്ലി ടൗൺ വരെ മാരത്തൺ സംഘടിപ്പിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് മാരത്തൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. മുക്തമാക്കാൻ വേണ്ടി ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായി വലിയ സന്ദേശമാണ് നമ്മുടെ നാടിനകത്ത് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സർക്കാരുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണം ഒരു നാടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കുകയോ അത് പറമ്പിലേക്കോ ഇടവഴികളിലേക്കോ വലിച്ചെറിയരുത് എന്ന ഏറ്റവും വലിയ സന്ദേശം നൽകി
എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകിയത്? പ്ലാസ്റ്റിക് ഭൂമിയോട് അലിച്ചു ചേരാൻ എത്ര വർഷക്കാലം എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങളൊക്കെ. PTA, മദർ PTA അംഗങ്ങളും വിദ്യാർത്ഥികളും മാരത്തണിൽ പങ്കാളികളായി. പരിസ്ഥിതി ശുചിത്വത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രീൻ പോലീസ് അംഗങ്ങൾ 50 വീടുകളിലും 10 കടകളിലും ശുചിത്വ സർവേ നടത്തി. സർവേയുടെ റിപ്പോർട്ട് സ്കൂൾ ലീഡർമാരായ ആയിഷയും റഷ്ദാനും ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപിന് കൈമാറി. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശുചിത്വ പ്രതിജ്ഞയെടുത്തു. ഗ്രീൻ പോലീസ് അംഗമായ നക്ഷത്ര ചടങ്ങിൽ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ ശുചിത്വബോധവും പരിസ്ഥിതി സംരക്ഷണ മനോഭാവവും വളർത്തുന്നതിനൊപ്പം സമൂഹത്തിലും ഈ സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. 80ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കണ്ണൂർ ഷോറൂമിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കണ്ണൂർ ഷോറൂമിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഇന്ത്യൻ ആർമി വോളിബോൾ താരവും റിട്ടയേർഡ് ഹവിൽദാറുമായ KC മനോജ് പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും അദ്ദേഹം നൽകി. സ്വാതന്ത്ര്യം നേടിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. എന്താ പറയുന്നത്, ഓക്കെ, എൻ്റെ ഇന്ത്യൻ ആർമി സർവീസ് രാജ്യത്തിന് വേണ്ടിയിട്ട് 26 വർഷം പല തലങ്ങളിലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാർഗിൽ, ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ. എൻ്റെ ചെറുപ്പകാലത്തിലെ ആഗ്രഹമായിരുന്നു. അങ്ങനെ സ്പോർട്സിലൂടെയായിരുന്നു ഞാൻ ഇന്ത്യൻ ആർമി എന്നെ ഇന്ത്യൻ ആർമിയിലോട്ട് എൻറോൾമെൻറ്റ് ചെയ്തത്. ഞാനന്ന് കേരള ടീമിൽ കളിക്കുമ്പോഴായിരുന്നു ക്ഷണം എനിക്ക് വന്നത്. അങ്ങനെ 26 വർഷം എൻ്റെ സർവീസ് നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല പ്രതീക്ഷകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നിങ്ങളെ കാണാനും നിങ്ങളോടൊപ്പം കൂടാനും എനിക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീരന്മാരെയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സേവനമനുഷ്ഠിക്കുന്ന
സൈനികരെയും അനുസ്മരിച്ചുകൊണ്ടായിരുന്നു സന്ദേശം. ഓപ്പറേഷൻ മാനേജർ അപർണ സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് പാർട്ണർ നിഷാദ് സ്റ്റാഫ് അംഗങ്ങൾക്കായി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. KC മനോജ് ഫാമിലി വെഡിംഗ് സെന്ററിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഷോറൂം മാനേജർ അഭിജിത്ത്, ഓപ്പറേഷൻ മാനേജർമാരായ ജിതിൻ രാജ്, നിജാസ്, നിഹാൽ, ഇർഷാദ്, നിസാർ, സാബിത്ത്, അഷ്കർ, മുനീർ, മുർഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു. പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന AS ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ വിപുലീകരിച്ച ഷോറൂം കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. നവീന ബ്രാൻഡുകളുടെ വൻ ശേഖരവുമായാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ AS ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ പ്രവർത്തനം. 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന AS ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ വിപുലീകരിച്ച ഷോറൂമാണ് ശനിയാഴ്ച കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. നവീന ബ്രാൻഡുകളുടെ വൻ ശേഖരത്തോടെയാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ AS ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചത്. സ്വർണ്ണ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുഹമ്മദ് അനസ്, ഷക്കീൽ PM എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ AS ഗോൾഡ് ആൻഡ് ഡയമണ്ട് ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 31 വരെ പണിക്കൂലിയിൽ 60% ഇളവ് അനുവദിക്കും. ഇസ്ഹാഖ് തങ്ങൾ എരുമാട് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാൻ V ഷിജിത്ത് മുഖ്യാതിഥിയായി. സയ്യിദ് സാദുല്ല സക്കാഫിയിൽ നിന്നും അബ്ദുൽ നാസർ മാസ്റ്റർ ശിവപുരം ആദ്യ വിൽപ്പന സ്വീകരിച്ചു. അൽഹംദുലില്ലാ, കൂത്തുപറമ്പിന് അഭിമാനമായി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിൽ സന്തോഷത്തിൻ്റെ ഒരു പൊൻപുലരി കൂത്തുപറമ്പിന് സമർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, AS ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന പ്രസിദ്ധമായ ഷോപ്പ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ ഷോപ്പിൻ്റെ ഉടമകൾ പ്രതീക്ഷിക്കുകയാണ്. ധാരാളം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വലിയ സന്തോഷമുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ മാറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും ഈ സ്ഥാപനത്തിന് വേണ്ടി അർപ്പിക്കുകയാണ്. അഷ്റഫ് ചെമ്പിലാലി, AT അബ്ദുൽ അസീസ് ഹാജി, NP പ്രകാശൻ, NP പ്രദീപൻ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ, വ്യാപാരികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ട്വിൻസ് ലേഡീസ് ആൻഡ് കിഡ്സ് കവിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനൂപ് ട്വിൻസ് ലേഡീസ് ആൻഡ് കിഡ്സ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ എല്ലാവിധ ഫാഷൻ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഇവിടെ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കാണാതായ സംഭവത്തിൽ ചൊക്ലി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ബാലാവകാശ കമ്മീഷൻ. കുട്ടിയെ അടിയന്തരമായി കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ. പ്രകൃതിക്ഷോഭം മൂലം മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി മലയോരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി സർക്കാർ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. കാവൽ നായയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ട മാധ്യമപ്രവർത്തനം അധികാരികളുടെ മടിയിലെ പെറ്റ് ഡോഗായി മാറുകയാണെന്ന്
പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ VVK IV ദാസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.